നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോവിഡ് മൂലം അല്ലെങ്കിൽ COVID-19 ബാധിച്ച് മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഗവൺമെൻറ് നൽകുന്ന 50,000 രൂപ ധനസഹായത്തിനുള്ള അപേക്ഷ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പ്രത്യേകം ഓർക്ക് നമുക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനിൽ കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകൾ മുഖാന്തരം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കോവിഡ് മൂലം മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ലോക്കൽ ബോഡി ഇഷ്യൂ ചെയ്യുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഡെത്ത് ഡിക്ലറേഷൻ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കണം, ഒപ്പം തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഈ ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരുൾപ്പെട്ടിരിക്കുന്ന റേഷൻ കാർഡ്, അതുപോലെ തന്നെ ഈ വ്യക്തിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവാണ് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് അതിൻ്റെ ഒന്നാം അവകാശിയായിട്ട് വരുന്നത്. സോ ആ ഒരു വ്യക്തിക്ക് ആധാർ കാർഡ്, ആ വ്യക്തിയുടെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും അപേക്ഷ കൊടുക്കുക. ഇനി അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത കേസുകളാണെങ്കിൽ, കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്കാണ് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ എല്ലാം തന്നെ ഒരു കൺസെൻറ്റ് കൂടിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് റെഡി ആണെങ്കിൽ നമുക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി എല്ലാ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷിക്കുന്നെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. സോ അതെങ്ങനെയാണ് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിനകത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മരണപ്പെട്ടിരിക്കുന്ന വ്യക്തി കോവിഡ് ഡെത്ത് ഡിക്ലറേഷൻ ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണെന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. അപ്പം അതിനായിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് മറ്റൊരു വെബ്സൈറ്റുമാണ് കേരള ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഡെത്ത് ഡിക്ലറേഷൻ പേരില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്കിവിടെ അപ്പീൽ റിക്വസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് അപ്പീൽ ചെയ്യണം. ഇനി പേരുള്ള വ്യക്തിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഡെത്ത് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഷോ ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരാം. ഇവിടെ കോവിഡ് ഡെത്ത് ഡിക്ലറേഷൻ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബന്ധപ്പെട്ട വ്യക്തി മരണപ്പെട്ട ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇല്ല എങ്കിൽ നമ്മളിവിടെ സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യക്തി ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെ ആരൊക്കെയാണ് കോവിഡ് കാരണം മരണപ്പെട്ടത്, ഈ കണ്ണൂർ ജില്ലയിൽ മരണപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജില്ലയിൽ മരണപ്പെട്ടത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ ഡെത്ത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ളത്. നമുക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് എന്തായാലും കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ അതിനൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ഹെൽത്തിൽ നിന്നും അനുവദിക്കുന്നതാണ്. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് റിലീഫ് പോർട്ടലിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനായിട്ട് സെക്കൻഡ് ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് യുവർ ക്ലെയിം എന്നൊരു ഓപ്ഷൻ കാണിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമുക്ക് ഫോം പോലെ കാണിക്കും. അതിന് മുകളിലായിട്ട് ആദ്യമായിട്ട് നമ്മുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമുക്ക് വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ ഈ ഒരു ബോക്സിലായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലെയിമാണ് കാണാനായിട്ട് സാധിക്കുക. ഒന്ന്, COVID-19 മൂലം മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നൽകുന്ന എക്സ്ഗ്രേഷ്യ സഹായം, അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം എന്നീ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ, അതായത് ഒറ്റത്തവണയായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ധനസഹായത്തിനായിട്ടുള്ള അപ്ലൈ ഫോർ ക്ലെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ
ഡെമോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ മരണം സംഭവിച്ചത് സംസ്ഥാനത്തിനകത്ത്, സംസ്ഥാനത്തിന് പുറത്ത് എന്നീ 2 ഓപ്ഷനുകളുണ്ട്. ദെൻ സംസ്ഥാനത്തിനകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് DDD നമ്പർ, ICMR നമ്പർ എന്നീ 2 ഓപ്ഷനുകൾ, ഒപ്പം തന്നെ അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് DDD നമ്പർ തന്നെ കൊടുക്കാം, അതായത് ഡെത്ത് ഡിക്ലറേഷനിലുള്ള നമ്പർ. അതിനായിട്ട് നമ്മളിവിടെ ഈ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്യും. അതിനുശേഷം അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് മരണമടഞ്ഞ തീയതി എന്നുള്ള ഭാഗത്ത് നമുക്കിവിടെ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, നമുക്കതും ജസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മളങ്ങനെ വിവരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര്, അതുപോലെ തന്നെ വയസ്സ്, അതുപോലെ തന്നെ വിലാസം, അതുപോലെ തന്നെ ലോക്കൽ ബോഡി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അടുത്തായിട്ട് ഇവിടെ അപേക്ഷിക്കുന്ന ആളുടെ വിശദാംശങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ വന്നു. ഇനി മരണപ്പെട്ട ആളുടെ റേഷൻ കാർഡ് നമ്പർ എത്രയാണോ നമ്മളിതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മരണപ്പെട്ട ആളുമായിട്ടുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ബന്ധം എന്താണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം, ആരാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഭാര്യ സെലക്ട് ചെയ്തു, അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ആ വ്യക്തിയുടെ മേൽവിലാസം, വീട്ടുപേരടക്കം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വാർഡ് നമ്പർ അല്ലെങ്കിൽ വാർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്, നമുക്കത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ജില്ല നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്, കോർപ്പറേഷൻ ആണോ, മുനിസിപ്പാലിറ്റി ആണോ, പഞ്ചായത്താണോ എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇവിടെ ബ്ലോക്ക് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലോക്കിൽ ഉള്ള പഞ്ചായത്തുകളുടെ ലിസ്റ്റ് കാണിക്കും, ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് താലൂക്ക്, അതുപോലെ തന്നെ വില്ലേജ് നമ്മൾ ഇവിടെ ടൈപ്പ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബന്ധം തെളിയിക്കുന്ന നിയമപരമായിട്ടുള്ള രേഖ, അത് നമുക്ക് റേഷൻ കാർഡ് അല്ലെങ്കിൽ അത് കൊടുക്കാം, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഫയല് നമ്മൾ PDF ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫയൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ദെൻ സേവ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം നമ്മൾ താഴോട്ട് വരിക. അടുത്തായിട്ട് നമ്മൾ ഇവിടെ മരണപ്പെട്ട ആളുടെ നിയമപരമായിട്ടുള്ള അവകാശികളുടെ വിവരങ്ങൾ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ പേര്, നിയമപരമായിട്ട് അവരാരാണോ ആ ഭാര്യയുടെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവരുടെ റിലേഷൻ എന്താണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാറിന്റെ രേഖ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ രേഖപ്പെടുത്തി കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ഫയലുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ PDF ഫോർമാറ്റിലായിരിക്കണം. നമുക്ക് മാക്സിമം 1 MB വരെയൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആഡ് മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ നമുക്കിവിടെ സക്സസ്ഫുള്ളി ആയിട്ട് സേവ് ആകും. അപ്പോൾ നമ്മൾ ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ, അതായത് അവകാശികളായിട്ട് ഒന്നിലധികം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ആവർത്തിക്കാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫയലുകൾ കാണാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് താഴെ വരുമ്പോൾ ഇവിടെ ഒരു മേൽപ്പറഞ്ഞ സംഭവങ്ങളൊക്കെ ശരിയാണ്, കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ടിക്ക് ബോക്സ് കാണിക്കും. ആ ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ I agree എന്നുള്ള സംഭവം വിസിബിൾ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ വിസിബിൾ ആയിട്ട് വന്നു കഴിയുമ്പോൾ I agree എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ഫയല് സബ്മിറ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പം ഇങ്ങനെ സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സബ്മിറ്റ് ആയ അപേക്ഷ അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹോം സ്ക്രീനിൽ കാണിക്കും. അതിനുശേഷം നിങ്ങളെ വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്നും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ധനസഹായത്തിനുള്ള അപേക്ഷക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.